പുള്ളി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, 23-ന് അറിയാം. മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് പാലിക്കേണ്ട ചട്ടമോ നിയമമോ പാലിച്ചിരുന്നത് മാത്രമല്ല, വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കിയത്. ഇരട്ട വോട്ടുള്ള ഹരിദാസിന് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ കൊള്ളിച്ചു CPM-ന്റെ അണികളെ നേതാക്കൾ. ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല. ഇവർ തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഹരിദാസ് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു 100 പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു കയറുന്നത് കണ്ടതല്ലേ? ഇത് ആദ്യം മുതൽ ഇതല്ലേ? കോൺഗ്രസിനെ ആക്രമിക്കുക, UDF-നെ ആക്രമിക്കുക. അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ലീഗിനെ ആക്രമിച്ചു, UDF-നെ ആക്രമിച്ചു, പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസംഗിക്കാനല്ലേ ഇവിടെ വന്നത്? അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ് വയനാട്ടിലെ പാവപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരടുത്ത് എന്താ മറുപടി കൊടുത്തു? ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ്. 2 പേരും പ്രതികൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ, അവർക്ക് പുകമറ ആവശ്യമുള്ളൂ. ഞാൻ കരുതി ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുകമറയും വിവാദമൊക്കെ അവസാനിപ്പിക്കും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിൽ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന 2 പേരും നടത്തിയിരിക്കുക. അക്കാര്യത്തിലും വരുന്നതാണ്. മഴ കഴിഞ്ഞിട്ടും മരം പെയ്യെന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ 2 ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 2 പേരും ഒന്നായിട്ട് പ്രചരണം നടത്തുന്നതാണ് കണ്ടത്. ഇവർ പറയുന്ന 3-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നുന്നു 2 പേരും. ഇവർ 2 പേരും 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ്. UDF-ന്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകിട വ്യത്യാസം വന്നിട്ടില്ല. മാത്രമല്ല, ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻറ്റ് ഇലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, അതിൻ്റെ ഇരട്ടി അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12,000-ന് മീതെ UDF ഭൂരിപക്ഷം നേടും. നിങ്ങൾ എഴുതി വെച്ചോ, പാലക്കാട് നഗരസഭയിൽ UDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും.